with Indigo. See you next time. ഹലോ, ഇത് ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഡൽഹിക്ക് ട്രിപ്പ് പോകുന്നതാണ് ഫാമിലിയായിട്ട്. ഈ ട്രിപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഇത് എൻ്റെ മമ്മിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് പുള്ളിക്കാരി അതിൽ കയറുന്നത്. നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ അറിയാം പുള്ളി എന്താ നടക്കുന്നതെന്നുള്ളത് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാത്രിയാണ് അവിടെ ചെന്ന് ഇറങ്ങുന്നത്. അവിടെ ചെന്നപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ഹോട്ടലല്ല, ഒരു ഗോയബിബോന്ന് നമ്മളൊരു ഫുൾ വീടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്കതാണ് കുറച്ചും കൂടി ചീപ്പറായിട്ട് തോന്നിയത്. നമ്മളൊരു 1 വീക്കോളം അവിടെ ഉണ്ടായിരുന്നു. ഇത് ആണ് ആ വീട്. അത് മെയിൻ ഹോളാണ് കണ്ടത്. പിന്നെ ഇത് ഡൈനിങ് ഏരിയ. നമ്മളിവിടെ വന്നെല്ലാം സെറ്റ് ആവുന്നേ ഉള്ളൂ. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസാണ് ഇതിലുള്ള. കംഫർട്ട് റൂം, നമുക്ക് വേണ്ടിയുള്ള ഡ്രസ്സിങ് ടേബിള്, അവിടെ അതിനടുത്തുള്ള ചെയർ, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി ഞങ്ങൾ അടുത്തത് കാണാൻ പോകുന്നത് അവിടുത്തെ കിച്ചണാണ്. എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് അത് അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓവൻ, കെറ്റിൽ, ഗ്യാസ്, പാത്രങ്ങൾ, അതൊക്കെ കഴുകാനുള്ള എല്ലാ സാധനങ്ങളും നമുക്കവിടെ അവർ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പുറത്തേക്കിട്ടുള്ളൊരു ഏരിയയാണ്. അവിടെ ഒരു വാഷ്റൂം ഉണ്ട്. കോമൺ ആയിട്ട് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടിടാനും ഉണക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളാണുള്ളത്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ ഒരു വാഷിംഗ് മെഷീനൊക്കെ വെച്ച് അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നീട് നമ്മൾ പോകുന്നത് ഇതിൻ്റെ അടുത്ത ബെഡ്റൂമിലോട്ടാണ്. ഈ ബെഡ്റൂമും അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആണ്. നേരത്തെ അവിടെ കണ്ട പോലെയുള്ള എല്ലാ ഐറ്റംസും ഇതിലുണ്ട്. ഇൻക്ലൂഡിങ് 2 ബാത്റൂമാണ് ഇവിടെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നിൽ അവർ ബാത്ത് ടബ് വച്ചിട്ടുണ്ട്, മറ്റത് നോർമൽ ബാത്റൂമാണ്. എല്ലാം നല്ല സ്പേഷ്യസും അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവരവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് അവരുടെ ഒരു പൂജ റൂം പോലത്തെ ഒരു സ്പേസാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ സ്ഥലങ്ങളും എല്ലാം കാണാൻ ഇറങ്ങി. നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ അവിടുത്തെ ഓരോ സ്ട്രീറ്റിൽ നിന്നും അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഷോപ്പുകളിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസാണ്. നമ്മൾ സ്ട്രീറ്റിൽ കാലത്ത് കഴിച്ചത് ചോള ചാവലും പിന്നെ അവിടുത്തെ എന്തോ പൂരിഭാജി പോലെയുള്ള ഐറ്റമാണ്. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. ചായയുടെ കാര്യം പിന്നെ പറയാൻ വയ്യ, ഒരു സ്പെഷ്യൽ ഫ്ലേവർ ആയിരുന്നു. ഇത് രസ്മലായി ആണ്, അവിടുത്തെ അടിപൊളി ഐറ്റമാണ്. നെക്സ്റ്റ് താജ്മഹലാണ്. ഇങ്ങനൊരു കവാടത്തിൻ്റെ ഉള്ളിലൂടെ പോയിട്ടാണ് നമ്മൾ താജ്മഹൽ കാണുക. ആ കവാടത്തിൻ്റെ ഉള്ളിലൂടെ വരുമ്പോൾ ആദ്യം നമുക്കൊന്നും വിസിബിളായിരിക്കില്ല. കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് എല്ലാം ഇങ്ങനെ വിസിബിളായിട്ട് വരിക. ഇത് ഡാഡിയും മമ്മിയും ഞാനൊക്കെ കഥ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ മുന്നിൽ. കുറേ ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഫാമിലി, ഡാഡിയും മമ്മിയും ഞാനും അനിയനും. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോരോ സ്ഥലങ്ങളിങ്ങനെ കാണാൻ പോയായിരുന്നു. ഓരോരുത്തരും അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. നമുക്ക് രാജകീയമായ കുറേ പെയിൻറ്റിങ്സും അതുപോലെ തന്നെ അന്നത്തെ ടൈപ്പിലുള്ള പണികളും ചെയ്തിട്ടുള്ള ഓരോ ബിൽഡിങ്ങുകളും ഇതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇത് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്, നിങ്ങൾക്കറിയാമല്ലോ. കാണുമ്പോൾ തന്നെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ക്ലൈമറ്റ് നല്ല അടിപൊളിയായിരുന്നു. നമ്മളൊരു ഡിസംബർ ടൈമിലായിരുന്നു പോയത്. ഇത് അവിടുത്തെ ഒരു മോസ്കാണ്. കുറേ വീഡിയോസും ഫോട്ടോസും ഒന്നും എൻ്റെ കയ്യിലില്ല. ഉള്ളത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം.